എന്തേ വൈകി എന്ന് തോന്നുന്നുണ്ടോ ബി ജെ പിയിലേക്ക് വരാൻ? ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. സംശയം വേണ്ട, വലിയ മാറ്റങ്ങൾക്ക് ഈ നാട് പാത്രിപൂർവം പറഞ്ഞു വന്നത് പതിരില്ലാത്തൊരു സത്യ ഉണ്ടാവും. പിന്നെ അത് തന്നെയല്ല, ലോക സാമ്പത്തിക രംഗത്തെ മൂന്നാമത്തെ രാഷ്ട്രമാക്കി ഭാരതത്തെ മാറ്റിയെടുത്തവരാണ് നരേന്ദ്രമോദിജി എന്ന് പ്രധാനം. This is quite a convincing story. But still, I am not convinced. അദ്ദേഹത്തെ ചീത്ത പറഞ്ഞുകൊണ്ട് LDF UDF നടക്കുക എന്ത് കിട്ടാനാ? വല്ലതും കിട്ടാനുണ്ടോ? അതും ശരിയാ. 4 ലക്ഷം കോടി രൂപ കടവാക്കിയിട്ട് പിണറായിയും മക്കളും എല്ലാം കൂടെ മൂട്ടിച്ച് മുടുക്കിയില്ലേ കേരളം. വല്ല രക്ഷയുണ്ടോ നമുക്ക്? 10-60 വണ്ടിയുടെ ആകുമ്പോഴേ പിണറായി വിജയൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു. എന്ത് കിട്ടും നമുക്ക്? എത്ര ആത്മഹത്യയായി. നമ്മുടെ ചെറുപ്പക്കാർ ഇപ്പോഴും നാട് വിട്ടു പോവല്ലേ. നമ്മുടെ കർഷകരും ആത്മഹത്യ ചെയ്യുന്നു, ചെറുകിട കച്ചവടക്കാർ ആത്മഹത്യ ചെയ്യുന്നു. ഇതെല്ലാം തകർന്ന് തരിപ്പണമായ ഒരു സ്റ്റേറ്റാണ് നമ്മുടെ. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. ഇതിനെ രക്ഷിക്കാൻ ആരാ ഉണ്ടായി? ഒറ്റ മാർഗമുള്ളൂ, BJP. ശരിക്കും എനിക്ക് രോമാഞ്ചം ഉണ്ടായി. കണ്ടില്ലേ? കണ്ടു. BJPയും അതോടൊപ്പം നരേന്ദ്രമോദിജി 100% അദ്ദേഹത്തിന്റെ പുറകെ കൂടി അദ്ദേഹത്തെ കൊണ്ട് ഈ നാടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുപ്പിക്കുക എന്നാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. നീ പറയുന്നതൊക്കെ ശരിയാ, എന്നാലും അലവലാളിയുടെ മുമ്പിൽ നമ്മൾ എത്ര നാൾ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് ഓച്ചാനിച്ച് നിൽക്കും. അവൻ വലിയ രാജാവ്, നമ്മൾ വെരി പൂർ പ്രജകളും. ഭൂമി എന്നൊക്കെയാ പറയുന്നത്, എന്നാ സ്വർഗമാണെന്ന്. ഭൂമിയിലെ സ്വർഗം എന്ന്. എവിടെ സ്വർഗം? ഇവിടെ സ്വർഗത്തല്ല, ഭൂമിയിലെ നരകമായി ഇപ്പം കേരളം. എന്റെ അവിടെയൊക്കെ ഇറങ്ങി തിരിച്ചപ്പോഴേ വിചാരിച്ചത് തന്നെ. ഇപ്പൊ നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞു. ഇതിനു മുമ്പ് പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് ഓർക്കുന്നുണ്ടോ? കൊള്ളാം. അവറാച്ചന്റെ 18ാമത്തെ അടവ് കൊള്ളാം. വഴക്കുണ്ടാക്കണ്ട. ഞാന് പിണറായി വിജയനെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ട്. അത് നല്ലത് ചെയ്തപ്പോഴാണ് നല്ലത് പറഞ്ഞത്. എന്റെ സംഭവത്തിൽ എന്നെ സംബന്ധിച്ച് കാണുന്നത് പറയും, ഞാൻ സത്യം പറയും. സംഭവത്തിൽ എന്നെ സംബന്ധിച്ച് കാണുന്നത് പറയും, ഞാൻ സത്യം പറയും. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത കാര്യമാണ്. ഇനി ചിന്തിച്ച് ഞാൻ പ്രയാസപ്പെടണ്ട. ഞാൻ ഇങ്ങനെ തന്നെയാ. അതെന്താ എന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ തന്നെ അത്ര തന്നെ. ഞാൻ ആദ്യം UDF LDF നിന്ന് രണ്ടും മാറി പരീക്ഷിച്ചിട്ടുള്ളവരെ. ഞാൻ ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി ഏതെങ്കിലും പാർട്ടി മാറി പറയാൻ പറഞ്ഞു, ഞാൻ കേട്ടേക്കാം. ഇയാള് ഭയങ്കര മോദിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അന്ന് മോദി ചെയ്തതൊക്കെ തെറ്റായിട്ട് തന്നെ അന്ന് വിലയിരുത്തിയോ? അന്ന് വിലയിരുത്തത് തെറ്റായിട്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മനസ്സിലായി? അതിന് മോദി മാറി. മാറിയെന്ന് മാത്രമല്ല, മോദി എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി ഹൈദരലി ഒന്ന് ആലോചിച്ച് എന്താ ഇത്. ഞാൻ ആദ്യം ഇങ്ങനെ ചുമ്മാ ഒരു ഒരു ഇതിപ്പോ അടക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള ഞാൻ കണ്ടത്. പക്ഷെ അതേ ഇപ്പൊ എവിടെ ചെന്ന് എത്തി നിൽക്കുന്നു. നിങ്ങൾ ആരും ലോക ജനതയുടെ മുമ്പിൽ ഒന്നാമത്തെ രാഷ്ട്രീയ നേതാവായിട്ട് ജനം 7 ചാനലോ 7 പത്രങ്ങളും കൂടി നടത്തിയ വലിയ കാലപ്പോളി സർവേ പോലും 1ാം സ്ഥാനം ലോകരാഷ്ട്രങ്ങളിൽ മോദിജിക്കാണ്. അതാണ് ഹീറോയിസം. അദ്ദേഹം രാമക്ഷേത്രം പണിന്നുള്ള കുറ്റം എന്ത് ന്യായമുണ്ട്? പറയുന്നതിന് ന്യായം വേണ്ടേ? ബാബരി മസ്ജിദ് തകർത്തു. ആരാ തകർത്തേ? ബാബർ എന്തിനാ അവിടെ അമ്പലത്തിനകത്ത് കെട്ടി പള്ളിയാക്കിയത്? എന്ത് ചരിത്രമാണ് പറയുന്നത്? I am telling the facts. ചരിത്ര സത്യമായിട്ട് പറയണ്ടേ? സുപ്രീം കോടതി പറഞ്ഞത് ഞാൻ ഈ പറയുന്നതല്ല, ഞാൻ വേറെ ആരും പറഞ്ഞത് ഞാൻ പറയാറ്. അതില് ഈ സുപ്രീം കോടതി പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞു. മോദി പറയുന്ന അഭിപ്രായം ഒന്ന് ആലോചിക്കണം. അവിടെ ക്ഷേത്രം പണിത് അത് അവിടെ അന്തസ്സായി. അതോടൊപ്പം അവിടെ മോസ്ക് പണിയാണ് നടപടി സ്വീകരിച്ചിരിക്കുക. അതല്ലാതെ അദ്ദേഹത്തിന് മതേതര സ്വഭാവത്തിന് തെളിവില്ലേ അത് അവിടെ മോസ്ക് പണിയാൻ? പറയുന്നതിലും കാര്യമുണ്ടെന്നേ. PC ജോർജിന് ഒരു പാളിച്ച പറ്റിയത് ഞാൻ കണ്ട്. ഒരു ഫോൺ സംഭാഷണം പുറത്തു പോയതാണ് PC ജോർജിന്റെ ലൈഫിന് ഒന്ന് പ്രശ്നമായത്. ഏതാന്ന് പറഞ്ഞു? ചക്കര എന്നുള്ള വിളി. എന്റെ ദൈവം, ഞാൻ എല്ലാ പെണ്ണുങ്ങളും ചക്കര എന്നാ വിളിക്കുന്നത്. അയച്ച് കിടന്നു പോയെന്ന് തോന്നിയോ? വെപ്രാളം കാണിക്കാടെ, നിനക്കിനി നേരം കിടക്കയില്ലേ? ആ ചക്കര വിളി ഇപ്പോഴും ആ കൊച്ചിന് ചക്കര പെട്ടെന്ന്. പിന്നെ എന്തിനാണ് അത് ലീക്ക് ഔട്ട് ആയി പോയത്? ലീക്ക് ഔട്ട് ആയപ്പോ ഞാൻ എന്റെ മോളെ ആർക്കും കൊടുക്കൂല്ലോ, കുളിച്ചു വെച്ചോളം വല്ല ഉണ്ടോ? അത് ആരെവിടെ കേൾപ്പിച്ചോളാൻ പറഞ്ഞാൽ ഞാൻ ചക്കരപ്പണിന്ന്. അവളെ മാത്രമല്ല, ഞാൻ എന്റെ കുഞ്ഞു വെച്ചുണ്ട് അമ്മുക്കുട്ടിയെ ചക്കരയെന്ന് വിളിക്കും, ചക്കര കൊച്ചെന്ന് വിളിക്കും. എത്ര പെണ്ണുങ്ങളെ ചക്കരപ്പണെന്ന് വിളിക്കുന്നത്? എന്നെ സ്നേഹം, ആ സ്നേഹം കൊടുക്കുന്നത്. അതെങ്ങനെ ശരിയാവുന്നത്? പാവം ശുദ്ധിയായ പെൺകുട്ടി
അവളെ നശിപ്പിച്ചില്ല നാറിയിരാറ്റ്. ഒരു ഫോൺ കോളും വാങ്ങി, ഏതാ ഈരാറ്റുപെട്ടെന്ന് ഒരു ഫോൺ കോൾ മുസ്ലിം ആളുകളെ കുറിച്ച്, അതും ലീക്കൗട്ടായി. ആ ഫോൺ കോൾ എന്റേതല്ല, എന്റെ നാട്ടിലുള്ള ആളുകൾക്കല്ല എന്റേതല്ലെന്ന് ബോധ്യമുണ്ട്. അത് മതി എനിക്ക്. എല്ലാരും ബോധ്യപ്പെടുത്തി എനിക്ക് എന്നാ കിട്ടാനേ. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഒന്ന് വീണപ്പം കൈ പിടിച്ചു ഉയർത്തിയതാരം. ഞാൻ വീണില്ല, പിന്നെ എങ്ങനെ കൈപിടിച്ചു വരുത്തുന്നു?